അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഇർഷാദ് ഇപ്പോൾ വഡോദര, ഗുജറാത്തിലെ വഡോദരയും കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2 ദിവസം കൊണ്ട് ഗുജറാത്ത് എന്ന സംസ്ഥാനവും കടന്നു പോവുകയാണ്. പിന്നീടുള്ളത് രാജസ്ഥാനിലുള്ള അജ്മീറിനെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്തും കഴിയാൻ പോവുകയാണ്. ഇനി രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ യാത്ര ചെയ്തിട്ട് അജ്മീറെല്ലാം സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം എയർപോർട്ടിലേക്ക് പോയിട്ട് ഇന്ത്യയിലെ നടത്തം മുഴുവനാക്കി പൂർത്തീകരിച്ച് പരപ്പനങ്ങാടിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള യാത്ര പൂർത്തീകരിച്ചതിന് ശേഷം ഫ്ലൈറ്റ് മാർഗമായിരിക്കും പോവുക പെരുന്നാളിന് ശേഷം. അതിനുശേഷം ഒമാനിലെത്തിയതിനു ശേഷം അടുത്ത 2025 ഹജ്ജാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം അതിന് കണക്കാക്കിയിട്ടുള്ള രീതിയിൽ നടന്നു കഴിഞ്ഞാൽ എത്തുന്ന രീതിയിൽ അദ്ദേഹം യാത്ര തുടങ്ങും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് 2025 അദ്ദേഹം ഹജ്ജ് നടന്ന് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ്. അദ്ദേഹം ഇർഷാദിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും സന്തോഷവാനായിട്ടാണ് നമ്മുടെ ഇർഷാദിനെ കണ്ടത്. അള്ളാഹു ഈ സന്തോഷവും റാഹത്തും എല്ലാം തന്നെ സന്തോഷത്തിൽ തന്നെ നിലനിർത്തി കൊടുക്കട്ടെ, അതുപോലെ തന്നെ റാഹത്തിലാക്കട്ടെ ഈ യാത്ര എല്ലാം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും 2 ലോകത്തും വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആമീൻ. നിങ്ങളുടെ ആമീൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.